പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിന്റെ വചനം ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. ആ സ്നേഹവും കൃപയും എല്ലാം പുതിയതാ പ്രിയമുള്ളവരെ. ഈ പുതിയ സ്നേഹവും പുതിയ കൃപയും നമ്മൾ ഓരോരുത്തരുടെ മേലേക്കും ചൊരിയുന്ന കർത്താവിന്റെ ശക്തിയെ അനുഭവിക്കേണ്ടതിനാണ് നമ്മൾ ഇന്നും പ്രഭാതത്തിൽ അവന്റെ വചന സന്ദേശം കേൾക്കുവാൻ ഇടവരുന്നത്. പത്രോസ് എന്ന മനുഷ്യൻ യേശുക്രിസ്തുവിന്റെ കൃപയെ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായത്തിന്റെ 33 മുതലുള്ള വചനഭാഗത്ത് പത്രോസ് അവിടെ പക്ഷപാതം പിടിച്ച 8 സംവത്സരമായി കിടപ്പിലായിരുന്ന അനനിയാസ് എന്ന് പേരുള്ള മനുഷ്യനെ കണ്ടു. അനനിയാസിനെ സുഖപ്പെടുത്തുന്ന കർത്താവിന്റെ പ്രവൃത്തി പത്രോസിലൂടെ നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. തളർവാദം പിടിച്ച മനുഷ്യന് നമ്മളവർക്കും തളർവാദം പിടിച്ചാൽ അവർക്ക് സൗഖ്യമൊന്നും കിട്ടിയല്ല എന്ന്. യേശുവിന്റെ നാമം അത്ര വലിയ നാമമാ പ്രിയമുള്ളവരെ. ആ നാമത്തിന്റെ മുമ്പിൽ എല്ലാ മുഴങ്കാലും മടങ്ങും. എല്ലാ നാവുകളും യേശുവിനെ കർത്താവെന്ന് പാടി ആരാധിക്കാൻ തുടങ്ങുന്ന ഒരു സമയമാണ് ഇത് നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ സമയത്ത് നമ്മളും കർത്താവിനെ ഈ വചന സന്ദേശം കേൾക്കുമ്പോൾ കർത്താവിന്റെ കൂടെ ഒന്ന് ആയിരിക്കാൻ കഴിഞ്ഞെങ്കിൽ നമ്മുടേതായ പ്രശ്നങ്ങളെ, നമ്മുടേതായ പ്രതിസന്ധികളെ, നമ്മുടേതായ ദുഃഖങ്ങളെ, നമ്മുടേതായ വേദനകളെ എല്ലാം നമ്മുടെ അകത്തുനിന്ന് കർത്താവ് മാറ്റുന്ന ഒരു അനുഭവം ഉണ്ടാകും. ഈ വചന സന്ദേശം നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്നതായി നിങ്ങൾക്ക് ഇന്ന് അനുഭവപ്പെടാൻ കർത്താവ് ഇടയാക്കും. കാരണം അവന്റെ കരം നിങ്ങളുടെ ശിരസിൽ വെക്കും. അവന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ തുടങ്ങും. നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു കർത്താവ്. പത്രോസ് തളർന്നു കിടന്നവനെ തളർവാദം പിടിപ്പിച്ച് സുഖപ്പെടുത്തി യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽപ്പിച്ച് വിട്ടെങ്കിൽ അതിനുശേഷം നമുക്ക് കാണാൻ കഴിയുന്ന 36 മുതലുള്ള വചനത്തിൽ യോപ്പായിൽ പേടമാൻ എന്നർത്ഥമുള്ള തബീത്ത എന്ന പേരുള്ള ഒരു ശിഷ്യയുണ്ടായിരുന്നു. ദീനം പിടിച്ച് മരണപ്പെടാൻ ഇടവന്നു. എല്ലാവർക്കും ഭയങ്കര കാര്യമായിരുന്നു, സ്നേഹമായിരുന്നു. എന്നാൽ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ പത്രോസ് അവരുടെ അടുക്കൽ കടന്നു ചെന്ന് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു. മരിച്ച തബീത്ത എഴുന്നേറ്റു. ഇവിടെ മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്ന ഒരേ ഒരാൾ യേശു മാത്രമേ ഉള്ളൂ പ്രിയമുള്ളവരെ. സുഖപ്പെടുത്തുന്ന ദൈവം, അനുഗ്രഹിക്കുന്ന ദൈവം, ദുഃഖങ്ങൾ മാറ്റുന്ന ദൈവം, ഭാരങ്ങൾ വഹിക്കുന്ന ദൈവം, കുടുംബത്തെ അനുഗ്രഹിക്കുന്ന ഒരു കർത്താവ്. നിങ്ങളുടെ ഏത് വലിയ നിരാശയുടെ, വേദനയുടെ അവസ്ഥയാണോ, യേശുവിന്റെ കരങ്ങളിലേക്കൊന്ന് വെറുതെ യേശുവേ എന്റെ വേദനയും പ്രയാസവും ഇതാ എന്നൊന്ന് പറഞ്ഞാൽ മതി. നമ്മൾ പറയുന്ന സമയത്ത് തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ മേൽ കടന്നു വരും. ഹൃദയം നുറുങ്ങുന്നവർക്ക് ഞാൻ സമീപസ്ഥനാണ്, മനസ്സുരുകുന്നവരിലേക്ക് ഞാൻ കടന്നു വരുമെന്ന് പറഞ്ഞാൽ വെറുതെ അല്ല പറഞ്ഞത്. നമ്മൾ ഹൃദയം തകർന്നും ഹൃദയം ഞുറുങ്ങി യേശുവേ എന്റെ മേൽ ഇടപെടണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചാവുണ്ടല്ലോ, അത്ഭുതം ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അനേകം മനുഷ്യർ കർത്താവിന്റെ സ്നേഹം അനുഭവിക്കാൻ ഇടവന്നിട്ടുണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശരീരത്തിന്റെ രോഗങ്ങളും ബന്ധനങ്ങളും വിട്ടുമാറുന്നത് കാണാൻ ഇടവന്നിട്ടുണ്ട്. വചനം കേൾക്കുമ്പോൾ തന്നെ വിടുതലും സൗഖ്യവും അനുഭവിക്കുന്നത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം യേശുവിന്റെ വചനം ജീവനുള്ള വചനമാണ്. യേശു പറഞ്ഞത് ഞാൻ വന്നത് ജീവൻ തരുവാനും അത് സമർത്ഥമായി നൽകുവാനുമാണ് വന്നത്. ഈ യേശുവിന്റെ വചനമാണ് പത്രോസ് പറഞ്ഞത്, യേശുവിന്റെ നാമമാണ് പത്രോസ് പറഞ്ഞത്. അവിടെ വലിയൊരു അത്ഭുത പ്രവൃത്തി നടന്നു. ഇന്ന് ഈ നാമം പറയപ്പെടുമ്പോൾ ഈ നാമത്തിൽ നമ്മളൊന്നും വിശ്വസിച്ചാൽ മതി, നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ അവസ്ഥകളെയും മാറ്റും. അവന്റെ സാന്നിധ്യം നമ്മുടെ മേലേക്ക് ഇറങ്ങി വരുന്നത് കാണാൻ കഴിയും. നമുക്കൊരു നിമിഷം കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടേതായ എല്ലാ അവസ്ഥകളേക്കും ഒന്ന് കൊടുത്തുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവെ, ജീവിക്കുന്ന ദൈവമേ, എന്റെ മേൽ അങ്ങ് കടന്നു വന്ന് അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. എന്റെ എല്ലാ പ്രയാസങ്ങളെയും മാറ്റി എന്നെ ബലപ്പെടുത്തുന്ന ദൈവമാണ് അങ്ങ്. ഈ വചന സന്ദേശം എന്റെ ജീവിതത്തിൽ വലിയ മാറ്റവും വിടുതലും തരുന്ന നിന്റെ ശക്തിക്കായി ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ അഭിഷേകം എന്നെ എന്ന പ്രോഗ്രാം കാണുമ്പോഴും അത് മറ്റുള്ളവരിലേക്ക് അത് പറയാൻ വേണ്ടി അല്ലെങ്കിൽ കേൾക്കാൻ വേണ്ടി കൊടുക്കുമ്പോഴും അവരുടെ ജീവിതത്തിൽ വലിയ വിടുതലും അനുഭവവും ഉണ്ടാകും. കർത്താവെ, ഞങ്ങളെ ബലപ്പെടുത്തുന്ന ശക്തിയെ പകരണം. യേശു മഹത്വം എടുക്കണം. യേശുവിന്റെ
നാമത്തിൽ തന്നെ ആമേൻ.